ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രൊക്കോളി ഉരുളക്കിഴങ്ങ് ഉലർത്തിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ജീരകം മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഈ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ 6 വെളുത്തുള്ളി ചതച്ചത്, അത്യാവശ്യം വലിപ്പമുള്ള 6 എടുത്തേക്കുന്നത്. അത് മീഡിയത്തിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടെ വലിപ്പമുള്ളത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്, നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ നിറം ഒന്നും മാറണ്ട. ഇനി ഇതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലെ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം, 2-3 നുള്ള്. നല്ലതായിട്ട് ഇളക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് ആദ്യമേ ഒന്ന് അടച്ചു വെക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് വേവട്ടെ, അത് കഴിഞ്ഞിട്ട് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചായിരുന്നു. ഏകദേശം ഒരു പകുതിയോടെ അടുത്ത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറൊക്കെ അടർത്തി എടുക്കുന്ന പോലെ ചെറിയ രീതിയിൽ അടർത്തി കട്ട് ചെയ്തെടുക്കണം. തീരെ ചെറുതൊക്കെ അങ്ങനെ മുഴുവനായിട്ടിടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തത് തണ്ട് ഇത്രയൊക്കെ എടുത്താൽ മതി, ഒരുപാടങ്ങ് എടുക്കണ്ട. ഈ ബ്രൊക്കോളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നേരം കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് അതിലിട്ട് വെക്കണം. എന്നിട്ട് നല്ലതായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം, എന്തെങ്കിലും പുഴുവോ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഇത് 300 ഗ്രാം ബ്രൊക്കോളി ഉണ്ട്. അത് കടയിൽ നിന്ന് മേടിച്ചപ്പം 300 ഗ്രാം, അത് ക്ലീൻ ചെയ്ത് എടുത്തതായത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഫ്രഷായിട്ട് പൊടിച്ചത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 8 മിനിറ്റ് നേരമെങ്കിലും അടച്ചു വെക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ബ്രൊക്കോളിയും ഉരുളക്കിഴങ്ങും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം, ചതച്ച മുളക്. ഈ സമയത്ത് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് കിടക്കട്ടെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് ചെയ്ത് ബ്രൊക്കോളി ഉരുളക്കിഴങ്ങ് ഉലർത്തിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.